ആമേൻ ആമേൻ. യേശുവിന്റെ ഏറ്റവും പ്രിയമുള്ളവർ, നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യം, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്ത് നിൽക്കുന്ന വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? നമ്മളെ നോർത്തി തകർന്ന് നിലവിളിച്ച് ജീവിതം പോയേ നോർത്ത് ചങ്കത്തിട്ടടിക്കുമ്പം ചങ്കിൽ നിന്ന്, ആത്മാവിൽ നിന്ന് ദൈവമേ എന്ന് വിളിച്ച് ഏത് മനുഷ്യനാണ് നിരാശപ്പെട്ടിരിക്കുന്നത്? ആത്മാവിന്റെ ആഴത്തിൽ നിന്ന് പിടഞ്ഞു കുത്തി വിളിക്കുന്ന വിളി ഏത് കണ്ണീരിന്റെ കുഴിയിലാണെങ്കിലും ദൈവത്തിന്റെ കാതുകളിൽ എത്തുന്ന അനുഭവമാണ് ബൈബിൾ നമുക്ക് തരുന്ന ഉറപ്പ്. ഉള്ളുകൊണ്ട് വിളിക്കാം, ചങ്ക് കൊണ്ട് നീളാം, വിളിച്ച് ദൈവത്തെ മടിയിൽ ഇറക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? വിളിച്ചിറക്കാൻ സാധിക്കും കണ്ണുനീരിലേക്കും കുഴിയിലേക്കും. അങ്ങനെ വിളിച്ചിറക്കിയവരാരും കുഴിയിൽ കിടന്ന് തീർന്നിട്ടില്ല, കണ്ണിയിൽ കിടന്ന് മുങ്ങി ചത്തിട്ടില്ല. നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വളരെ അപൂർവമായ, വളരെ വിശേഷപ്പെട്ട ഒരു ശുശ്രൂഷ പരിചയപ്പെടുത്തുകയാണ്. 200-ലധികം വിശുദ്ധരുടെ തിരുശേഷിപ്പുകളുടെ സാന്നിധ്യത്തിൽ ഈശോമിശിഹായെ ആരാധിക്കുന്ന ഒരു അപൂർവ ശുശ്രൂഷ ഈ വരുന്ന ആഗസ്റ്റ് 29-ാം തീയതി വൈകുന്നേരം 5 മണി മുതൽ 31-ാം തീയതി ശനിയാഴ്ച 2 മണി വരെ നിരന്തരം ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് വിശുദ്ധരോടൊപ്പം അണിചേരാം. നമുക്കറിയാം, വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ അവരുടെ ഭൗതിക ശരീരത്തിൻ്റെ ഭാഗങ്ങളോ അവരുപയോഗിച്ച വസ്തുക്കളുടെ ഭാഗങ്ങളോ ഒക്കെയാണ്. അതൊരു വിഗ്രഹമായിട്ട് പ്രതിഷ്ഠിച്ചല്ല, നമുക്ക് മുമ്പിൽ അവരുടെ സാന്നിധ്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വിശുദ്ധരുടെ സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങളായി തിരുശേഷിപ്പുകളെ കണ്ടു വണങ്ങി എന്നാൽ ഏക രക്ഷകനെ ആരാധിക്കാൻ പറ്റിയ അപൂർവമായ ഒരു അവസരം. നമ്മൾ 1, 2, 3, 4 തിരുശേഷിപ്പുകളൊക്കെ കണ്ടു കാണും, കയ്യിലെടുത്ത് കാണാൻ മുത്തിയിട്ടുണ്ടാവും. പക്ഷേ ഇത് 200-ലധികം വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിലാണ് ഈ അനുഗ്രഹ ശുശ്രൂഷ. നേരവും സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വാഗതം. വിശദ വിവരങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ബ്രദർ മനു കാട്ടടിയാണ് സഭയുടെ അംഗീകാരമുള്ള ഈ തിരുശേഷിപ്പുകൾ ശേഖരിച്ചിരിക്കുന്നത്. നമുക്ക് ഒന്നിച്ചുകൂടി സഭയ്ക്ക് വേണ്ടി, നാടിനു വേണ്ടി ദൈവത്തെ ആരാധിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ആമേൻ ആമേൻ.